അമേരിക്കയിലെ വീടുകൾ കൺസ്ട്രക്ഷന് മുമ്പും അതിനുശേഷവും എങ്ങനെയെന്ന് കാണിക്കുന്നു. മനോഹരങ്ങളായ ഈ തടി വീടുകളുടെ നിർമ്മാണം കാണുക. അമേരിക്കയിൽ ഏത് വീട് നിർമ്മിക്കുന്നതിന് മുമ്പും ആദ്യം ചെയ്യുന്നത് അവിടെ റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. റോഡ് നിർമ്മിച്ചതിന് ശേഷം മാത്രമേ വീടിൻ്റെ പണി തുടങ്ങത്തുള്ളൂ. കാരണം എല്ലാ വീട്ടിലും ഇവിടെ 100% വീടുകളിലും വാഹനമുണ്ട്. അതിനാൽ ആദ്യം തന്നെ വാഹന സൗകര്യമാണ് അവരുണ്ടാക്കുന്നത്. അതിനാൽ ഇതൊരു പുതിയ ഹൗസിംഗ് കണ്ടീഷനിലാണ് ആദ്യം തന്നെ അവർ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വീട് തുടങ്ങുന്നത്. ഇതാണ് ഫൗണ്ടേഷൻ. കുറച്ച് കോൺക്രീറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വെറും ഒരടി മാത്രം വാനത്തിലിടും, ബാക്കിയുള്ളത് ബേസ്മെൻറ്റിലിടും. ആദ്യം തന്നെ അതിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം വലിച്ചിരിക്കുകയാണ്. കൂളിങ്, ഹീറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ എയർ കണ്ടീഷൻ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ വീട് വെക്കുന്നത്. ഇവിടെ തണുപ്പ് കാലത്ത് ചൂടുവെള്ളം കിട്ടാനായിട്ട് ഹീറ്റിംഗ് സംവിധാനവും, ചൂട് കാലത്ത് തണുപ്പ് കിട്ടാനുള്ള സംവിധാനവും ഇവർ ചെയ്യാറുണ്ട്.
ഒരു മനോഹരമായ തടാകത്തിൻ്റെ കരയിലാണ് ഈ വീടെല്ലാം ഇവിടെ നിർമ്മിക്കുന്നത്. ഈ കാണുന്ന പല കളറിലുള്ളത്, ഈ പർപ്പിൾ എന്ന് പറയുന്നത് കൂളിങ്ങും റെഡ് എന്ന് പറയുന്നത് ഹീറ്റിങ്ങുമാണ്. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ഒരു ഹൗസിംഗ് അഡീഷൻ്റെ സ്കൈ വ്യൂ ആണ് കാണുന്നത്. വളരെ മനോഹരമാണ് കാണുവാൻ ഇതിൻ്റെ സെറ്റിംഗ്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡുണ്ട്. റോഡാണ് ആദ്യം അവർ നിർമ്മിക്കുന്നത്. എല്ലാ വീടിനും ബാക്ക് യാർഡുണ്ട്. അത് ഫെൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരിടത്തും കല്ലും മണ്ണുമില്ല, എല്ലാം കോൺക്രീറ്റും ഗ്രാസുമാണ്. ഈ ഗ്രാസ് കറക്റ്റായിട്ട് വെട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടാണെന്ന് പറഞ്ഞ കാര്യമില്ല. സിറ്റി നമ്മളെ ഫൈൻ അടിക്കും. കറക്റ്റായിട്ട് ഗ്രാസ് എല്ലാം വെട്ടി നിർത്തണം. ഇതെല്ലാം ഏകദേശം 3 കോടി രൂപ വരുന്ന വീടുകളാണ്. ഒരാൾ സ്കെയിൽ വെച്ച് വരച്ച മാതിരിയാണ് റോഡുകളെല്ലാം ഇവിടെ. ഇത്രയും നല്ല സെറ്റിങ്സ് ഉള്ള വീടുകൾ അമേരിക്കയിലല്ലാതെ ലോകത്ത് എവിടെയുണ്ടെന്നറിയില്ല. പണിയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തടി കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും പണി കഴിയുമ്പോൾ വളരെ മനോഹരമാണ് കാണുവാൻ. സാധാരണ ചെറിയ വീടുകളുടെ ഇടയിൽ വലിയ വീടും വലിയ വീടുകളുടെ ഇടയിൽ ചെറിയ വീടുകളും അങ്ങനെ വയ്ക്കാറില്ല. ഈ കാണുന്നതെല്ലാം ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളാണ്. ഇതിനിടയിൽ 2000, 3000, 4000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ വയ്ക്കാറില്ല. ഡ്രോൺ ഇപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ്. ഇനിയും ഈ ഹൗസിംഗ് കണ്ടീഷനിൽ നിന്നും വലിയ വീടുകളുടെ ഹൗസിംഗ് കണ്ടീഷനിലോട്ട് കയറുകയാണ്. ഇപ്പോൾ കാണുന്ന വീടുകളെല്ലാം ഏകദേശം 3000, 4000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ്. ഏകദേശം 6-7 കോടി രൂപ വില വരും. ഇത് അങ്ങനെ നിർമ്മിച്ചൊരു വീടാണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ 3 കോടി രൂപ വരുന്ന ഒരു വീടാണിത്. എന്നാൽ അധികം ഫാൻസി ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല വീടാണ്. 3 ബെഡ്റൂം 2 ബാത്റൂമുള്ള നല്ല വീടാണ്. ഇനി ഇതിൻ്റെ പണി എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ പണികൾ. മൊത്തം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ ഡ്രോൺ വീഡിയോയിൽ കണ്ടതുപോലെ ഈ മണ്ണെല്ലാം മാറി പുല്ല് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഏരിയ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാറിപ്പോകും. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഏറ്റവും ഇടത് സൈഡിൽ കാണുന്ന ഒരു ബെഡ്റൂമാണ്. വലത് സൈഡിൽ കാണുന്ന ഗരാജും. പിന്നെ ഇതാണ് എൻ്റെ പണി. മൊത്തം തടിയാണ്. ഈ തടി എന്ന് പറഞ്ഞാൽ ചീപ്പ് തടിയൊന്നുമല്ല. ഏകദേശം 30, 40, 50 വർഷം വരെ ലൈഫുള്ള തടിയാണിത്. എന്നാൽ 100ഉം 200ഉം വർഷം വരെ പഴക്കമുള്ള വീടുകൾ ഇവിടെയുണ്ട്. ഇത് നമ്മളിപ്പം അതിൻ്റെ ബെഡ്റൂമിലോട്ട് കയറുകയാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അവിടെ നല്ല 2 വിൻഡോ ഉണ്ട്. വെളിയിലോട്ടുള്ള നല്ല വെന്റിലേഷനുണ്ട്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇനി ആ കാണുന്ന തൊട്ട് മുന്നിൽ കാണുന്ന പാൻട്രിയാണ്. പിന്നെ നമ്മൾ കിച്ചണിലോട്ട് കയറുകയാണ്. മാസ്റ്റർ ബെഡ്റൂമിനടുത്ത് തന്നെയാണ് കിച്ചൺ. ഇത് ഡൈനിങ് ഏരിയ. ഇനി നമ്മൾ ലിവിങ് റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് വിശാലമായ ലിവിങ് റൂം. ലിവിങ് റൂമിൽ നല്ല 2 വിൻഡോ ഉണ്ട്. നമ്മളിതാണ് ഫ്രണ്ട് വ്യൂ. നമ്മളിപ്പോൾ ഗരാജിലോട്ട് കയറുകയാണ്. ഗരാജെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. 2 വാഹനങ്ങൾക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു വീടുമില്ല. എല്ലാം ഇങ്ങനെ തടി വീടാണ്. കാരണം ഇവിടെ ടൊർണാഡോ അടിക്കുന്ന ഏരിയയാണ്. ഒരു ടൊർണാഡോ അടിച്ചു കഴിഞ്ഞാൽ ഈ വീട് മൊത്തം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. ഈ വീട് ഉണ്ടെന്ന് പോലും വരത്തില്ല. അതുപോലെ ശക്തിയുള്ള ടൊർണാഡോ ഇവിടെ അടിക്കാറുണ്ട്. നമ്മളിവിടുന്ന് ഫ്രണ്ട് ലിവിങ് റൂമിലോട്ട് വരികയാണ്. ഇതാണ് ഫ്രണ്ട് ലിവിങ് റൂം. നല്ല 2 വിൻഡോ ഉണ്ട്. റോഡിലേക്കുള്ള നല്ല വ്യൂ ഉണ്ട്. ഇവിടെ കാണുന്നത് അതിൻ്റെ ബാത്റൂമാണ്. അവിടെ നമ്മൾ അതിലേക്ക് വന്നു കഴിയുമ്പോൾ ആ കാണുന്നത് ഫ്രണ്ട് ലിവിങ് ഏരിയയാണ്. കിച്ചൺ ലിവിങ് ഏരിയയാണ്. കോൺക്രീറ്റ് താഴെ മാത്രമേ എടുത്തുള്ളൂ. സൈഡിലോ മുകളിലോ കോൺക്രീറ്റ് ഇല്ല.
ഇതാണ് എൻ്റെ സൈഡിൽ വയ്ക്കുന്ന ബ്രിക്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ അടുക്കി ഡെക്കറേഷന് വേണ്ടി സിമെൻറ്റ് തേച്ച് വെക്കത്തേ ഉള്ളൂ. ഇതാണ് എൻ്റെ ബാക്ക് വശം. ഇതിൻ്റെ സൈഡിലെല്ലാം തടി അടിച്ചിട്ടുണ്ട്. ഇനി റൂഫിൽ തടി അടിക്കാനുണ്ട്. തൊട്ടടുത്ത് ബിൽഡ് ചെയ്തൊരു വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബ്രിക്ക് വൈറ്റ് ആണ്. നമുക്ക് ഏത് കളർ ബ്രിക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പുറത്തെ സൈഡിലെല്ലാം വളരെ മനോഹരമായ വീടുകൾ പണിതിട്ടുണ്ട്. ലേക്കിലേക്ക് നല്ലൊരു വ്യൂ അവർക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ വീടാണ്. ആ വീടിനകമാണിത്. പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ തടി വെച്ച് കണ്ടതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ലിവിങ് റൂമാണ്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ലേക്കിലേക്ക് നല്ലൊരു വ്യൂ ഇടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ലിവിങ് ഏരിയ. ഇത് ഡൈനിങ് ഏരിയ. കിച്ചണും ലിവിങ് റൂമും ഓപ്പണാണ്. അമേരിക്കയിലൊരു പ്രത്യേകത ഇതാണ്. കൂടുതൽ വീടുകളിലും കിച്ചണും ലിവിങ് ഏരിയയും ഓപ്പണാണ്. പിന്നെ ഇവിടുത്തെ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും മൈക്രോവേവ് ഓവനും റേഞ്ചും ഡിഷ് വാഷറും ഉണ്ടായിരിക്കും. അതില്ലാത്ത വീടുകൾ ഇല്ല. മറ്റൊരു കാര്യം, ഈ തടി നമ്മൾ കണ്ടല്ലോ നേരത്തെ, ആ തടിയെ കവർ ചെയ്തേക്കുന്നത് ഈ ഷീറ്റ് റോക്കാണ്. ഷീറ്റ് റോക്ക് കവർ ചെയ്ത് അതിനിടയ്ക്ക് ഇൻസുലേഷൻ വെച്ച് പെയിൻറ്റും അടിക്കും. അതാണ് ഇത്ര മനോഹരമായിട്ടിരിക്കുന്നത്. ഈ ഷീറ്റ് റോക്ക് ഒട്ടും ബലമില്ലാത്തതാണ്. നമ്മൾ ഒറ്റ ഇടി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊളിയും. കാണുമ്പോൾ വളരെ മനോഹരമാണെങ്കിലും അധികം ബലമില്ലാത്ത വീടുകളാണ്. ഒരു നല്ലൊരു ടൊർണാഡോ വന്നു കഴിഞ്ഞാൽ വീട് മൊത്തം എടുത്തുകൊണ്ട് പോകും. ആ രീതിയിലാണ് ഇവരത് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ റൂഫ്. നേരത്തെ കണ്ട വീടിൻ്റെ റൂഫ് അടിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ റൂഫ് അടിച്ചു. റൂഫിലും തടിയാണ് അടിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ റൂഫെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തൊട്ടടുത്തെല്ലാം വീട് പണിയുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഇതുപോലെ തന്നെ. ഇതിൻ്റെ മുകളിൽ തടി അടിച്ചിട്ടുണ്ട്. ഇനിയുമാണ് റൂഫ് ഇടേണ്ടത്. റൂഫ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഇനിയും കാണിക്കും. മൊത്തം തടിയെല്ലാം അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ റൂഫ് അടിക്കുന്നത്. ഈ റൂഫെന്ന് പറഞ്ഞാൽ ഇതിന് ഷിംഗിൾസ് എന്നാണ് പറയുന്നത്. ഇത് ടാറും മണലും ഫൈബർ ഗ്ലാസും ചേർന്നൊരു മിശ്രിതമാണ്. ഓരോ ഷീറ്റ് എടുത്ത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 30 വർഷം വാറണ്ടിയുള്ള ഷീറ്റാണിത്. ഇതാണ് ഇതിൻ്റെ ക്ലോസപ്പ് വ്യൂ. ഇതിൻ്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഓരോ ഷീറ്റ് ഇങ്ങനെ എടുത്ത് അടിക്കുകയാണ്. ഇതാണ് ഫെൻസ്. ഓരോ വീടിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫെൻസ് ഇടും. അപ്പോൾ ഇതിൻ്റെ ഫെൻസ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ അമേരിക്കയിലുള്ള മനോഹരങ്ങളായ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.